ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ നോമ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ചെറിയ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് നല്ല വെയിലാണ്. നമുക്ക് പെരുന്നാളിനോട് പ്രമാണിച്ച് നമ്മളൊരു പാക്കേജ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വെറും 1500 രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു മൂന്നാർ പോയിട്ട് അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു വരാം. ഈ ഒരു ട്രിപ്പ് വേണമെങ്കിൽ ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പിള്ളേർ സെറ്റൊക്കെ ആയിട്ട് പോവാം. മൂന്നാർ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ട്രാവൽ ഏജൻസി ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനൊരു പ്ലാനിങ് കൊണ്ടുവന്നത്. കുറച്ച് പേർക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അതൊന്ന് എൻ്റെ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യണത്. അപ്പോൾ ട്രിപ്പ് നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നത് 6-ാം തീയതി, 10-ാം തീയതി, 13-ാം തീയതി ഇങ്ങനെ ഒരു ഡേറ്റിലാണ്. വൺ ഡേ ട്രിപ്പാണ്. 6-ാം തീയതി ഒരു ബാച്ച് പോയി വരും, അത് കഴിഞ്ഞ് 10-ാം തീയതി ഒരു ബാച്ച് പോയി വരും, 13-ാം തീയതി ഒരു ബാച്ച് പോയി വരും. അങ്ങനെയാണ് നമ്മൾ പെരുന്നാളിന് ശേഷമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏപ്രിൽ മാസത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാവൽ ഏജൻസിയിൽ പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബാക്കി ഓരോ ഡീറ്റെയിൽസ്, എവിടേക്ക് പോകുന്നു, എത്ര മണിക്ക് പോകുന്നു, എങ്ങനെ പോകുന്നു എന്നുള്ളതിനൊക്കെ പറ്റി ഡീറ്റെയിൽസ് ഞാൻ ട്രാവൽസിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. ഇതെൻ്റെ ബ്രദറാണ്. ഹായ് ആക്കിബ്. അപ്പോൾ നമ്മളെ ട്രാവൽസിൻ്റെ ലൊക്കേഷൻ വരുന്നത് 3 വീടിക ഇരിഞ്ഞാലക്കുട റൂട്ടിലാണ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് ഇമ്രാസ് എന്നാണ് ട്രാവൽസിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ബ്രദറിൻ്റെ ട്രാവൽസിൽ നിന്നാണ് മൂന്നാർ ട്രിപ്പ് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ബ്രദറിനോട് ചോദിച്ചറിയാം. എങ്ങനെയാണ് പോകുന്നത്, എവിടെ നിന്നാണ് പോകുന്നത്, എത്ര ലൊക്കേഷൻ ഉണ്ട്, ഈ 1500 രൂപയിൽ വെറുതെ മൂന്നാർ പോയി വരണോ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. നമ്മളെ ട്രാവൽസിൻ്റെ ലൊക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ 3 വീടിക ഇരിഞ്ഞാലക്കുട റൂട്ടിലാണ് നമ്മളുടെ ഓഫീസ് ലൊക്കേഷൻ വരുന്നത്. പള്ളിവളവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം നമ്മളിവിടെ നിന്ന് രാവിലെ 5:30ക്കാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. ട്രിപ്പ് ഡേറ്റ് 3 ഡേറ്റിലായിട്ടാണ്. വൺ ഡേ ട്രിപ്പാണ്. 3 ഡേറ്റിലായിട്ടാണുള്ളത്. ഏപ്രിൽ 6-ാം തീയതി, ഏപ്രിൽ 10-ാം തീയതി, ഏപ്രിൽ 11-ാം തീയതി. ഈ 3 ഡേറ്റുകളിൽ വൺ ഡേ ട്രിപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫ്രം 3 വീടിക ടു മൂന്നാർ. ഈ ട്രിപ്പിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മാക്സിമം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്യാം അതെല്ലാം നമ്മൾ മാക്സിമം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഒരു 5 ലൊക്കേഷൻസ് നമ്മൾ, അവിടുത്തെ അട്രാക്ഷൻ ലൊക്കേഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മൂന്നാർ ടൗണ്, റോസ് ഗാർഡൻ, കുണ്ടള ഡാം, എക്കോ പോയിൻ്റ്, ഇങ്ങനെ തുടങ്ങിയ ഒരു 5 ലൊക്കേഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 സ്ഥലത്തേക്കും നമ്മളൊരു സൈറ്റ് സീയിങ് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ അപ്പോൾ ഇവിടുന്ന് എങ്ങനെയാണ് പോകുന്നത്? ഇവിടുന്ന് നമ്മളുടെ AC കോച്ച് ഉണ്ട്. അത് ഡിപ്പെൻസ് ഓൺ പിന്നെ എത്ര ആൾക്കാരുണ്ടെന്നുള്ളതനുസരിച്ചിരിക്കും. ആൾക്കാർ കൂടാണ്ട് ബസ്സാക്കും. അതെ. പിന്നെ ഇവിടുന്ന് 5:30ക്ക് എടുക്കും. പിന്നെ നമ്മളൊരു 8:30 ആ ഒരു സമയത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ബ്രേക്ക്ഫാസ്റ്റും ഇതിലും അതെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. 8:30ക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ അടിമാലിയിൽ ഏകദേശം 8:30 ആകുമ്പോൾ എത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 5:30ക്ക് ഇവിടെ നിന്ന് വണ്ടി എടുത്താൽ 8:30ക്ക് നമ്മൾ അടിമാലിയിൽ ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇടയിൽ സൈറ്റ് സീയിങ് കഴിഞ്ഞ് ഒരു 1:30 ആകുമ്പോൾ വീണ്ടും ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ടാവും. അത് ഇതിന് വേണ്ടിയിട്ട്, പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട്. അതെ ലഞ്ചും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. 5 ലൊക്കേഷൻ അല്ലേ ഉള്ളു? അതെ 5 ലൊക്കേഷൻ. ഓക്കെ. പിന്നെ എനിക്ക് മെയിനായിട്ട് ഇതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നിയത് വെറും 1500 രൂപ എന്ന് പറയുന്നത് ചിലപ്പോൾ മൂന്നാർ പോകാൻ വേണ്ടിയിട്ട് ഡീസൽ അടിക്കുന്ന പൈസ ആവുമോ അല്ലേ? അല്ലെങ്കിൽ ഒരു ഷർട്ട് വാങ്ങുന്ന പൈസ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്ന് പറഞ്ഞാൽ പെരുന്നാളിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും റോഡിൽ. നമ്മളൊരു കാറായിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയും കൂടെ പഠിപ്പിക്കും. അത് 1500 രൂപയ്ക്ക് നമുക്കൊരു പണിയില്ല. വണ്ടിനകത്ത് കയറി ഇരുന്നാൽ മതി, സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യാം, ഫുഡ് കഴിക്കാം, നല്ല ഫുഡ് കഴിക്കാം. അതെ, ഈ പാക്കേജിൽ ഞാനും ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത് ഈ ഇത്രയും പൈസ കുറവിന് നമുക്ക് AC നമ്മൾ വണ്ടി ഓടിക്കണ്ട, മെയിനായിട്ട് സൈഡിലിരുന്നാൽ മതി. ബാക്കിൽ വളരെ റിലാക്സ് ചെയ്തിട്ട് പാട്ടൊക്കെ കേട്ടിരിക്കാം. നമ്മളുടെ നാട്ടിലത്തെ ട്രാഫിക്കിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു വെക്കേഷൻ ഡേറ്റ് ഒക്കെ ആകുമ്പോൾ അത് ഭയങ്കര കൂടുതലായിരിക്കും. അതെ, അപ്പോൾ ആ ഒരു സമയത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയിൽ AC മൂന്നാറിൽ പോയിട്ട് വരാന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വസ്ഥമായിട്ടുള്ള കാര്യമാണ്. പ്ലസ് നമ്മൾ പോണ പോക്കിൽ നമുക്ക് വേറെ അഡീഷണൽ എക്സ്പെൻസസ് ഒന്നും വരുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഭക്ഷണം കഴിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വലിയ ചെലവ് വരുന്നില്ല.
അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പാക്കേജിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതൊരു നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അപ്പോൾ എൻ്റെ ബ്രദറിനോട് ഇതുപോലെ റിക്വസ്റ്റ് ചെയ്ത് ചാനലുള്ളവർക്കും കൂടിയിട്ട് മനസ്സിലാക്കാനും ആരെങ്കിലും പോകാൻ താല്പര്യമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി എനിക്കുള്ള പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് നോമ്പ് തുറക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറയാലും നടക്കലൊക്കെ കണക്കാണ്, നമുക്ക് നോക്കാം. നോമ്പ് തുറക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് നടന്നില്ല. അപ്പോൾ നമ്മളിന്ന് എൻ്റെ ഒരു അനിയന് അവൻ്റെ ബൈക്ക് വിട്ടിട്ട് നമ്മളൊരു ചെറിയൊരു കാർ നോക്കാൻ വേണ്ടി പോകണം. അതിന് മുന്നായിട്ട് ഞാൻ എൻ്റെ ഫോണ് പ്രോ മാക്സ് ആയതുകൊണ്ട് കൈ പിടിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതുപോലത്തെ ഒരു സാധനം വാങ്ങിയത്. പക്ഷേ ഞാൻ ഇതല്ല ഉദ്ദേശിച്ച്, ശരിക്കും ഒറ്റ സ്റ്റിക്കുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വേറെ കിട്ടിയിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മേടിച്ചതിൻ്റെ പേരിൽ എന്തായാലും ഉപയോഗിക്കേണ്ടിരിക്കാൻ പറ്റില്ല. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനി വീഴും. അത് ആൾക്കാരാണ് എന്തുകൊണ്ടത് അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ എനിക്ക് എൻ്റെ ആവശ്യം നടക്കാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയൻ്റെ ബൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് ഒരു കാർ നോക്കാൻ പോകണം, ചെറിയ പൈസക്കുള്ളൊരു കാറ്. അത് ഏതാണെന്ന് ഞാൻ എത്തിയിട്ട് കാണിച്ചു തരാം. ഇതാണ് വണ്ടി വിറ്റിട്ട് കിട്ടിയ പൈസ. താങ്കൾ എത്ര രൂപയ്ക്കാണ് വണ്ടി കിട്ടിയത്? എത്ര രൂപ വിറ്റ്? 20 രൂപക്കാണ് വണ്ടി വിറ്റ്. 20 രൂപ. നമ്മൾ 35 രൂപക്ക് വണ്ടി എടുക്കും. കാറ് കാറ് 35 രൂപ കിട്ടും. അതെ കിട്ടുമോ? അതെ കിട്ടും, എടുക്കും നമ്മൾ. അതെ, വണ്ടി ഏതാണെന്നുള്ളത് നമ്മളവിടെ ചെന്ന് കാണിച്ചു. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ വണ്ടിയുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇതിന് എൻ്റെ ഒരു 3ാമത്തേക്ക, ഇതെൻ്റെ 2ാമത്തേക്ക, അതെൻ്റെ അനിയനിക്ക് വണ്ടി നോക്കാൻ പോണത്. ഞാനും വേറൊരു വണ്ടി നോക്കുന്നുണ്ട്. എൻ്റെ ഉണ്ണിമോളെ കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഉണ്ണിമോളെ പട്ടാളത്തിൽ കൊടുത്തിട്ട് വേണം എനിക്ക് വേറൊരു വണ്ടി മേടിക്കാൻ. നമ്മുടെ സാധനം എടുക്കാൻ അങ്ങോട്ട് അല്ലേ? കുഴപ്പമില്ല, ലംബോർഗിനിയുടെ കളറൊന്നും മാത്രമേ ഉള്ളൂ, കാരണം ഞാനൊന്നും പറയണ്ട. അപ്പോൾ ആ വണ്ടി നമ്മൾ നോക്കി, ഒരുപാട് പാച്ച് വർക്ക് ഉള്ളതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വണ്ടികൾ നോക്കും, അടുത്ത വണ്ടിയുടെ വ്ളോഗുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ പാക്കേജിൻ്റെ കേസ് ആരും മറക്കണ്ട, നല്ലൊരു പരിപാടിയാണ്, അതാണ് ചെക്ക് ചെയ്ത് നോക്കുക. സോ ബൈ.